മോൾഡീവ്സിലേക്ക് ടീച്ചിങ് ജോബിനുള്ള ആപ്ലിക്കേഷന്റെ ഗൂഗിൾ ഫോം ആണിത്. അവിടെ ആദ്യമേ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഇമെയിൽ ഐ ഡി ആണ്. ഇമെയിൽ ഐ ഡി വളരെ കൃത്യമായിട്ട്, കാരണം നിങ്ങൾക്ക് പിന്നീട് വരുന്ന കോൺടാക്ട്സ് എല്ലാം മെയിൽ ഐ ഡി വഴിയായിരിക്കും, അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ പേര് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്യാപിറ്റൽ ലെറ്ററിൽ വേണം പേര് എഴുതാൻ. പാസ്പോർട്ടിലെ പോലെ തന്നെ എഴുതണം. ഫോർ എക്സാമ്പിൾ ഇൻഷ്യൽ ഉണ്ടെങ്കിൽ പാസ്പോർട്ടിൽ എക്സ്പാൻഡ് ചെയ്തിട്ടാണെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, ജെൻഡർ, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, പാസ്പോർട്ട് എന്നാണ് എക്സ്പയർ ആകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. കോൺടാക്ട് നമ്പർ എഴുതുമ്പോൾ +91, അതായത് രാജ്യത്തിന്റെ കോഡ് ചേർത്ത് വേണം എഴുതാനായിട്ട്. പിന്നെ ഇൻട്രസ്റ്റഡ് ടീച്ചിങ് ലെവല്, നിങ്ങൾക്ക് ഡിഗ്രി മാത്രമേ ഉള്ളെന്നാണെങ്കിൽ നിങ്ങൾ സെക്കൻഡറി ലെവലിൽ വെക്കണം. അതല്ല പ്രൈമറിയിലേക്കാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ BEd കമ്പൽസറി ആണ്. അതുകൊണ്ട് ഡിഗ്രി മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡറി ലെവലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഇൻട്രസ്റ്റഡ് സബ്ജക്ട്, അവിടെ നിങ്ങൾക്ക് ഇപ്പൊ ഡിഗ്രി ഏത് ഇതിലാണ്, ഫോർ എക്സാമ്പിൾ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണെങ്കിൽ നിങ്ങൾ അവിടെ ഇംഗ്ലീഷ് വെക്കുക, അല്ലെ BSc ഫിസിക്സ് ആണെങ്കിൽ അവിടെ ഫിസിക്സ് വെക്കുക. നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഇന്റർവ്യൂ വരുന്നത്. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ അവർ ചോദിക്കുന്നത് ഒരു ഓപ്ഷൻ ആയിട്ട് വന്നേ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഫിസിക്കൽ സയൻസ് എടുത്തവർക്കൊക്കെ കെമിസ്ട്രി ഒക്കെ സെക്കൻഡ് ഓപ്ഷൻ വരും. അപ്പൊ അങ്ങനെ സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് കെമിസ്ട്രിയോ അങ്ങനെ എന്തെങ്കിലും സബ്ജക്ട് വെക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് കൃത്യമായിട്ട് എഴുതുക. പിന്നെ ബാച്ചുലർ ഡിഗ്രി ഏതിന്റെ ബേസ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാച്ചുലർ ഡിഗ്രി ഇൻ സയൻസ് ആണോ, ബാച്ചുലർ ഡിഗ്രി ഇൻ ആർട്സ് ആണോ, അത് വ്യക്തമായിട്ട് എഴുതുക. അതുപോലെ BEd ഉണ്ടെങ്കിൽ BEdന്റെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അത്, പിന്നെ ഡബിൾ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് എൻറ്റർ ചെയ്യാം. PhD ഉണ്ടെങ്കിൽ അത് എൻറ്റർ ചെയ്യുക. പിന്നെ നമ്പർ ഓഫ് ഇയർ ഓഫ് എക്സ്പീരിയൻസ്, അവിടെ നിങ്ങൾ എന്തെങ്കിലും എൻറ്റർ ചെയ്ത് കൊടുക്കണം, കാരണം അത് മാൻഡേറ്ററി ആണ്. ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ്, പിന്നെ പാസ്പോർട്ടിന്റെ ബാക്ക് പേജ്, എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും PDF നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പിന്നീടാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് ഓപ്പൺ ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോ ഉള്ള പേജിലെ പാസ്പോർട്ട് ഓപ്പൺ ചെയ്ത് പിടിച്ചിരിക്കുന്ന ആ പേജും ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ ഈ ഗൂഗിൾ ഫോം സബ്മിഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഇത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ആകുള്ളൂ.